ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പല ആൾക്കാരും നമ്മളോട് ചോദിച്ചൊരു കാര്യം ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിലുള്ള ഈ ഒരു പമ്പ് കണ്ടില്ലേ, ഇത് കൈത്താൻ്റെ ബ്രാൻഡിന് കീഴിലുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഈ അടുത്തൊന്നും ഈ ഒരു പമ്പ് വീഡിയോകളൊന്നും കാണിച്ചിട്ടില്ല, പക്ഷേ കുറേ നാൾ മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പമ്പാണ് ഞാൻ സാധാരണ നമ്മുടെ ഫിഷ് ടാങ്കുകളിലൊക്കെ, ചെറിയ ഫിഷ് ടാങ്കുകളിലൊക്കെ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വെള്ളം പുറത്തേക്ക് അടിച്ച് കളയാനായിട്ട്. കാരണം നമ്മൾ ടാർപോളിൻ യൂസ് ചെയ്തിട്ടുള്ള ടാങ്കുകളിലൊന്നും വാൽവ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് വെള്ളം ഒന്നുകിൽ സൈഫൺ ഉപയോഗിച്ച് വലിച്ച് കളയണം, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സബ്മേഴ്സിബിൾ പമ്പുകൾ ഉപയോഗിച്ചിട്ട് വെള്ളം പുറത്തേക്ക് വലിച്ച് കളയണം. അപ്പോൾ ചെറിയ ടാങ്കുകളിലൊക്കെ ഞാൻ ഈ ഒരു 18 വാട്ടിൻ്റെ കൈത്താൻ്റെ ഈ ഒരു ബ്രാൻഡാണ് യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും നല്ല രീതിയിൽ ഇരിക്കുന്നത്. നമ്മുടെ കൈത്താൻ്റെ തന്നെ സോൾട്ട എന്ന് പറയുന്നൊരു മോഡലുണ്ട്. സോൾട്ടയുടെ 40 വാട്ടിൻ്റെയാണ് നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇപ്പോഴും പുത്തൻ പോലെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളത് ടാങ്കുകളിൽ സബ്മർജ് ചെയ്ത് വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് വെള്ളം പുറത്തേക്ക് വാട്ടർ ചേഞ്ചിൻ്റെ സമയത്ത് മാത്രം വെള്ളം പുറത്തേക്ക് അടിച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇത് പുത്തൻ പോലെ ഇരിക്കുന്നത്. വെള്ളത്തിലൊക്കെ കണ്ടിന്യൂസ് നമ്മൾ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. നമ്മുടെ വെള്ളത്തിലുള്ള അഴുക്കിൻ്റെ ഇതൊക്കെ ഈ ഒരു വൈറ്റ് ഭാഗത്തൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ കണ്ടില്ല, ഇത് ഇപ്പോഴും പുതിയതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ജസ്റ്റ് ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് വെള്ളം അടിച്ച് കളയാൻ വേണ്ടി മാത്രം. അത് കഴിയുമ്പോൾ തിരിച്ച് അത് നമ്മൾ അകത്ത് തന്നെ കൊണ്ടുവയ്ക്കും. അപ്പോൾ നമ്മളോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്രാൻഡ് ഇപ്പോഴും മാർക്കറ്റിലുണ്ടോ എന്നുള്ള കാര്യം. ഇത് അക്വ 60 എന്ന് പറഞ്ഞ മോഡലാണ്, 18 വാട്ടിൻ്റെയാണ്. ഇതിൻ്റെ തന്നെ അക്വ 80 ഉണ്ട്, 40 വാട്ടിൻ്റെ. പിന്നെ സോൾട്ട എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്, സോൾട്ട 60, സോൾട്ട 80 ഉണ്ട്. അത് സെയിം സംഭവം തന്നെയാണ്, 18 വാട്ടിൻ്റെയും 40 വാട്ടിൻ്റെയും തന്നെയാണ്. പക്ഷേ ഇതല്ല അതിൻ്റെ ഷേപ്പ് എന്ന് മാത്രം വേറൊരു മോഡലിലാണ് അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ഉണ്ടായിരുന്ന പമ്പുകളായിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളെല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു ഒരിടയ്ക്ക്. കുറേ നാളുണ്ടായിരുന്നു ഇത് മാർക്കറ്റിൽ, പിന്നെ പെട്ടെന്ന് പതുക്കെ സ്റ്റോപ്പ് ആവുമായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈലോ എന്ന് പറയുന്ന ബ്രാൻഡ് വാങ്ങാനായിട്ട് തുടങ്ങിയത്. അതിൻ്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് പിന്നീട് നമ്മുടെ വീഡിയോകളിലെല്ലാം നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈലോ എന്ന് പറഞ്ഞ ബ്രാൻഡായിരുന്നു. അതായത് ഈ ഒരു ബജറ്റ് റേഞ്ചിൽ വരുന്ന പമ്പുകളിൽ നമ്മൾ ഈലോ ആണ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ മെയിൻ വീഡിയോയുടെ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കൈത്താൻ ബ്രാൻഡ് അതുപോലെ തന്നെ ഈലോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ഇത് രണ്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി ആൾക്കാരും കേട്ടിട്ടുള്ള ബ്രാൻഡ് എന്ന് പറയുന്നത് കൈത്താൻ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ബ്രാൻഡിനെ പറ്റി പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നത്. പക്ഷേ ഈ സാധനം ഇപ്പോൾ മാർക്കറ്റിലില്ല. പക്ഷേ ഈ അടുത്ത് ഞാൻ ആമസോണിൽ ചെക്ക് ചെയ്ത സമയത്ത് ഞാനൊരു മോഡൽ കണ്ടിരുന്നു. ഈ നേരത്തെ പറഞ്ഞ മോഡലുകളൊന്നുമല്ല, കൈത്താൻ ജിനി എന്ന് പറഞ്ഞിട്ട് GINI. പക്ഷേ അത് ഞാൻ മുമ്പ് വാങ്ങിയ സെല്ലേഴ്സ് ഒന്നും അല്ല അത് സെല്ല് ചെയ്യുന്നത്. മുമ്പ് നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള സെല്ലേഴ്സ് ആയിരുന്നു, അവരുടെ കയ്യിൽ നിന്നായിരുന്നു ഞാൻ പർച്ചേസ് ചെയ്തതല്ല ആമസോണിൽ നിന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവരൊന്നും അല്ല അത് സെല്ല് ചെയ്യുന്നത്. മാത്രമല്ല അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കാണാനില്ല. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു പ്രൊഡക്റ്റ് നമ്മൾ ആമസോണിലൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയാൽ മാത്രമാണ് നമുക്കത് പർച്ചേസ് ചെയ്യാനായിട്ടൊരു ഒരു ഉറപ്പ് വരുന്നത്. അല്ലാതെ നമുക്ക് പോയിട്ട് നേരിട്ട് അങ്ങ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ആമസോണിൽ കൈത്താൻ ജിനി എന്ന് അടിച്ചാൽ മതി. ഈ ഒരു 18 വാട്ടിൻ്റെ ആ ഒരു ഇതിൽ തന്നെയാണ് അവർ ഇറക്കിയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ മോഡൽ കുറച്ച് വ്യത്യാസമുണ്ട്. 1-2 പേര് എന്നോട് കമൻറ്റ് ചെയ്തും പറഞ്ഞിരുന്നു ഇങ്ങനെ കൈത്താൻ്റെ ജിനി എന്ന് പറഞ്ഞ മോഡൽ അവർ ആമസോണിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട്. ഞാനത് ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവർ പറഞ്ഞതിന് ശേഷം ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ മുമ്പ് നമ്മൾ വാങ്ങിയ സെല്ലേഴ്സ് ഒന്നും അല്ല അത് വിൽക്കുന്നത്. മാത്രമല്ല കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അവർ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ പിക്ചേഴ്സ് ഒന്നും അധികം കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു സിംഗിൾ ഫോട്ടോ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്നൊന്നും ഞാൻ അധികം പർച്ചേസ് ചെയ്യാറില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. എത്ര യൂണിറ്റ്സ് വിറ്റ് പോയി, അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ നോർമലി ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാറുള്ളത്. അത്തരം സംഭവങ്ങളാണ് ഞാൻ കൂടുതലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബജറ്റ് റേഞ്ചിൽ വരുന്ന പമ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈലോ എന്ന് പറയുന്ന ബ്രാൻഡ് നോക്കുന്നതായിരിക്കും നല്ലത്. ആ ഒരു ബ്രാൻഡാണ് ഇപ്പോൾ ആമസോണിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത്. പിന്നെ ഫെഡസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡും കൂടി പുതിയത് വന്നിട്ടുണ്ട്. അവരും ഏകദേശം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസും അത്യാവശ്യം നല്ല സെയിൽസും ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ 2 ബ്രാൻഡുകളാണ് ഞാൻ ഈ ഒരു റേഞ്ചിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒന്നുകിൽ ഈലോ അല്ലെങ്കിൽ ഫെഡസ് എന്ന് പറയുന്ന ബ്രാൻഡ്. ഈ 2 ബ്രാൻഡുകളുടെ ലിങ്കുകൾ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഹയർ ക്വാളിറ്റി, അതായത് ഇതൊക്കെ ജനറൽ പർപ്പസിന് വേണ്ടി റിലീസ് ചെയ്തിട്ടുള്ള ബ്രാൻഡുകളാണ്, അല്ലാതെ ഫിഷ് ടാങ്കിന് വേണ്ടി മാത്രം സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ളതല്ല. എന്നാൽ ഫിഷ് ടാങ്കൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ബ്രാൻഡുകളുണ്ട്, സോബോ, ബോയു, സൺസൺ ഒക്കെ. ഈ പറഞ്ഞ ബ്രാൻഡുകളുടെ എല്ലാം ലിങ്കുകൾ ഞാൻ ലിങ്ക് ട്രീ എന്ന് പറയുന്ന ഒരു ലിങ്കിന് കീഴിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.